നമസ്കാരം. ലോക സാമ്പത്തിക ഭൂപടത്തിൽ അമേരിക്ക എന്ന ശക്തി കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയാമോ? അവിടുത്തെ സാധാരണ പൗരന്റെ ജീവിതം എങ്ങനെയാണ്? ഈ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ ഉത്തരം ഒന്ന് മാത്രമാണ്: അനിശ്ചിതത്വം. ലോകമെമ്പാടുമുള്ള ധനകാര്യ നേതാക്കൾ വാഷിംഗ്ടൺ DC-യിൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ വാർഷിക യോഗത്തിനായി ഒത്തുചേർന്നപ്പോൾ ഒരു വിരോധാഭാസം അവിടെ നടന്നിരുന്നു. രാജ്യത്തെ നയിക്കേണ്ട സർക്കാർ തന്നെ ഭാഗികമായി അടച്ചുപൂട്ടലിൽ ട്രഷറിയിലെ ഭൂരിഭാഗം ജീവനക്കാർക്കും ശമ്പളമില്ലാതെ അവധി. അതായത് രാജ്യം മുന്നോട്ട് പോകുമ്പോൾ അതിനടിത്തറയാകേണ്ട ഭരണ സംവിധാനം നിശ്ചലമാണ്. ഇതൊരു സാധാരണ ഭരണ പ്രതിസന്ധിയല്ല. ഇത് ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്ക ഫസ്റ്റ് ചാമ്പ്യൻ ലോകത്തെയും സ്വന്തം രാജ്യത്തെയും എങ്ങനെയാണ് വഴിതെറ്റിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ജോലിയില്ലാത്ത, കൂലിയില്ലാത്ത, അതൃപ്തി മാത്രം ബാക്കിയായ ഒരു ജനത. ട്രംപ് ഭരണത്തിന് കീഴിൽ അമേരിക്കയുടെ ജീവിതം നരകതുല്യമായി മാറിയെന്നാണ് അഭിപ്രായ സർവേകൾ പോലും പറയുന്നത്. ലോകത്തിന് മുന്നിൽ അമേരിക്കയെ താഴ്ത്തിക്കെട്ടുന്ന ഈ ദുരവസ്ഥയുടെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടലാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ അമേരിക്കൻ സ്വപ്നം എങ്ങനെ ഒരു പേടി സ്വപ്നമായി മാറുന്നുവെന്നും ലോകം എങ്ങനെ അമേരിക്കയുടെ ഇരട്ടത്താപ്പിനെ സംശയത്തോടെ കാണുന്നുവെന്നും നിങ്ങൾക്ക് ബോധ്യമാകും. IMF വേദിയിൽ അമേരിക്കൻ ഉന്നത ഉദ്യോഗസ്ഥർ എന്ത് സംസാരിച്ചു എന്നതിന് വലിയ പ്രസക്തിയുണ്ട്. ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റും ട്രേഡ് അംബാസഡർ ജമീസൺ ഗ്രീറും ലോകത്തിന് മുന്നിൽ അമേരിക്കയുടെ നിലപാട് അവതരിപ്പിച്ചത് ട്രഷറിയുടെ ചരിത്രപരമായ ക്യാഷ് റൂമിൽ വെച്ചാണ്. എന്നാൽ ആ ക്യാഷ് റൂമിന് പുറത്ത് അമേരിക്കൻ ട്രഷറിയിലെ ആയിരക്കണക്കിന് ജീവനക്കാർ ശമ്പളമില്ലാതെ വീട്ടിലിരിക്കുകയായിരുന്നു. ലോകത്തെ ധനകാര്യ തലവന്മാർ അവരുടെ സാമ്പത്തിക നയങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അതിന് നേതൃത്വം നൽകേണ്ട രാജ്യം തന്നെ ഭാഗികമായി സ്തംഭിച്ചിരിക്കുകയാണ്. ഗ്ലോബൽ ലീഡർഷിപ്പിന്റെ ഈ വൈരുദ്ധ്യം അമേരിക്കയുടെ പ്രതിച്ഛായയ്ക്ക് ഏൽപ്പിച്ച ആഘാതം വളരെ വലുതാണ്. ഈ നാണക്കേടിനിടയിലും ട്രംപ് ഭരണകൂടം തങ്ങളുടെ പതിവ് പല്ലവി ആവർത്തിച്ചു: ചൈനയാണ് എല്ലാ സാമ്പത്തിക വെല്ലുവിളികൾക്കും കാരണം. സ്വന്തം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുന്ന താരിഫുകളെയും ലോകത്തിന് ഭീഷണിയാകുന്ന വ്യാപാര യുദ്ധത്തെയും ന്യായീകരിക്കാൻ അവർ ചൈനയുടെ തലയിൽ എല്ലാ ഭാരവും വെച്ച് കെട്ടി. അമേരിക്കയുടെ പ്രവൃത്തികളും നയങ്ങളും ലോകത്തിന് മാത്രമല്ല സ്വന്തം രാജ്യത്തിന് തന്നെ ഭീഷണിയായി മാറിയപ്പോഴും അതിനും അവർ ചൈനയെയാണ് പഠിക്കുന്നത്. എങ്ങനെയൊക്കെ ചൈനയെ താഴ്ത്തിക്കെട്ടാമോ അതാണ് എക്കാലത്തെയും അമേരിക്കയുടെ നയം. എന്നാൽ IMF വേദിയിൽ ഈ വാദം ഉന്നയിക്കുമ്പോൾ ലോക നേതാക്കൾ പുരുകമുയർത്തി ചിന്തിച്ചിരിക്കണം: സ്വന്തം വീട്ടിലെ തകർച്ച മറയ്ക്കാൻ മറ്റൊരു രാജ്യത്തെ പ്രതിയാക്കുകയാണോ ഈ സൂപ്പർ പവർ? ഭരണപരമായ കാര്യക്ഷമതയില്ലായ്മയുടെയും തകർന്നടിഞ്ഞ രാഷ്ട്രീയ സമവായത്തിന്റെയും ഫലമായ ഈ അടച്ചുപൂട്ടൽ ആഗോളതലത്തിൽ അമേരിക്കൻ നേതൃത്വത്തിന്റെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്തത്. ചൈനീസ് നടപടികളെ വിമർശിക്കാൻ അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഉയർത്തിക്കാട്ടിയ പ്രധാനപ്പെട്ട വിഷയം അപൂർവ എർത്ത് ഘടകങ്ങൾ ഉൾപ്പെടെയുള്ള നിർണായക ധാതുക്കളുടെ കയറ്റുമതിയിൽ ചൈന ഏർപ്പെടുത്തിയ പുതിയ നിയന്ത്രണങ്ങളാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ, സൈനിക ഉപകരണങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഈ ധാതുക്കൾ അത്യന്താപേക്ഷിതമാണ്. ഈ നീക്കത്തെ ബെസന്റ് വിശേഷിപ്പിച്ചത് ലോകത്തിന്റെ മേലുള്ള ചൈനീസ് കഴുത്ത് ഞെരിക്കലെന്നാണ്. ചൈനയുടെ നിയന്ത്രണങ്ങൾ ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾക്കെതിരായ സാമ്പത്തിക നിർബന്ധിതാധികാരം ഉപയോഗിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഗ്രീർ അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല, ഹൈടെക് ഉൽപ്പന്നങ്ങളുടെ വിതരണ ശൃംഖലയെ ഇത് ബാധിക്കുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നു. ഈ ആരോപണങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു ചോദ്യം ഉയരും: ആഗോള വ്യാപാരത്തിൽ കഴുത്ത് ഞെരിക്കുന്നത് ചൈന മാത്രമാണോ? ആരാണ് എല്ലാത്തിനും തുടക്കം കുറിച്ചത്? ട്രംപ് ഭരണകൂടം അമേരിക്കൻ വ്യാപാര കമ്മി കുറയ്ക്കുന്നതിനായി നടപ്പിലാക്കിയ താരിഫ് സംവിധാനം ആഗോളതലത്തെ സൃഷ്ടിച്ച അനിശ്ചിതത്വം അവർ സൗകര്യപൂർവ്വം അങ്ങ് മറന്നു കളയുകയാണ്. ലോകത്തിന് മുഴുവൻ അറിയാമെന്നവർ ഓർക്കുന്നില്ല. താരിഫുകൾ എന്ത് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നികുതി ചുമത്തുന്നതിന് തുല്യമാണ്. താരിഫ് ഏർപ്പെടുത്താനുള്ള കുത്തക തങ്ങൾക്ക് മാത്രമാണെന്ന നിലപാടാണ് അമേരിക്കയ്ക്കുള്ളത്. ഇതിന്റെ ആഘാതം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായി പ്രതിഫലിച്ചിട്ടില്ല എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം കയറ്റുമതി ചെയ്യുന്ന കമ്പനികൾ താരിഫ് ചെലവുകൾ അവരുടെ ലാഭ മാർജിനുകളിൽ ഉൾക്കൊണ്ടതാണ്. എന്നാൽ ഈ താരിഫുകൾ ലോക വ്യാപാരത്തിൽ ഉണ്ടാക്കിയ മാറ്റം ചെറുതൊന്നുമല്ല. അമേരിക്കൻ താരിഫുകൾ കാരണം ചൈനയിൽ നിന്നുള്ള വ്യാപാരം യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും വർദ്ധിച്ചു. മാത്രമല്ല, ഈ താരിഫുകളും മറ്റ് അനിശ്ചിതത്വങ്ങളും കാരണം അമേരിക്കൻ ഡോളറിന്റെ മൂല്യം പോലും 10% ഇടിഞ്ഞു. സ്വന്തം രാജ്യത്തിന്റെ കറൻസിയെ താഴ്ത്തിക്കിട്ടുന്ന നയങ്ങൾ നടപ്പിലാക്കിയ ശേഷം ലോകത്തെ കുഴപ്പത്തിലാക്കുന്നത് ചൈനയാണെന്ന് പറയുന്നതിലെ ഇരട്ടത്താപ്പ് ലോക രാജ്യങ്ങൾ ഒന്നടങ്കം മനസ്സിലാക്കുന്നുണ്ട്. ചൈനയെ ഒറ്റപ്പെടുത്താനായി കാനഡയുമായി ചേർന്ന് ബദൽ വിതരണ ശൃംഖലകൾ വികസിപ്പിക്കാനുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ പോലും അമേരിക്കൻ നയങ്ങളോടുള്ള അവിശ്വാസം മൂലമാണ്. ഇത്രയധികം സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിലും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ടെക് മേഖലയിലെ ഓഹരി മൂല്യങ്ങളിലെ കുതിച്ചുചാട്ടമാണ്. പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ നിക്ഷേപങ്ങൾ. JP മോർഗന്റെ കണക്കനുസരിച്ച് ഈ വർധനവ് അമേരിക്കയിലെ ചില കുടുംബങ്ങളിൽ പ്രതിവർഷം $180 ബില്യൺ മൂല്യമുള്ള സമ്പത്ത് പ്രഭാവം സൃഷ്ടിക്കുന്നുണ്ട്.
പക്ഷേ സാമ്പത്തിക വിദഗ്ധർക്കിടയിൽ ഒരു ഭീതി പടരുന്നുണ്ട്. ഇതൊരു സാമ്പത്തിക കുമിളയാണോ അഥവാ എക്കണോമിക് ബബിൾ ആണോ എന്ന്. ഡാറ്റാ സെന്ററുകളിലേക്കും സ്റ്റാർട്ടപ്പുകളിലേക്കും ഒഴുകുന്ന കോടിക്കണക്കിന് ഡോളർ അമിതമായ മൂല്യനിർണ്ണയത്തിലേക്ക് നയിക്കുകയാണോ? താൽക്കാലികമായി ഓഹരി വിപണി രക്ഷിക്കുമായിരിക്കും, പക്ഷെ ഈ ഒരു കുമിള പൊട്ടിയാൽ ഉണ്ടാകുന്ന ആഘാതം അത് താങ്ങാൻ ട്രംപിന്റെ അമേരിക്കയ്ക്ക് കഴിയുമോ? സാമ്പത്തിക അനിശ്ചിതത്വത്തിനിടയിൽ ഒരു വിഭാഗം കോടീശ്വരന്മാരാവുകയും ഭൂരിപക്ഷം പേർ തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ കൂലിയില്ലായ്മയും നേരിടുകയും ചെയ്യുന്ന ഈ അവസ്ഥ ഒരു വെൽത്ത് എഫക്റ്റ് അല്ല, മറിച്ച് ഒരു സാമൂഹിക അസമത്വത്തിന്റെ പൊട്ടിത്തെറിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അതായത് ട്രംപ് ഭരണത്തിന്റെ കീഴിൽ സമ്പത്ത് കൂടുതൽ കേന്ദ്രീകരിക്കപ്പെടുകയും സാധാരണക്കാർ കൂടുതൽ ദുരിതത്തിലാവുകയും ചെയ്യുന്നു. ട്രംപ് ഭരണകൂടത്തിന്റെ വ്യാപാര നയങ്ങളെ അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെ വിശേഷിപ്പിക്കുന്നത് ശ്രദ്ധേയമാണ്. ചെസ് കളിക്ക് പകരമുള്ള പൂൾ കളിക്ക് സമാനമായ നീക്കങ്ങൾ. അതായത് വ്യക്തമായ ദീർഘകാല തന്ത്രങ്ങളില്ലാതെ നടത്തുന്ന പരസ്പരം നാശമുണ്ടാക്കാൻ സാധ്യതയുള്ള നീക്കങ്ങൾ. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയുടെ വിദേശ വ്യാപാര നയം എന്ന് പറയുന്നത്. തന്ത്രപരമായ ദീർഘവീക്ഷണമില്ലാത്ത ഈ പൂൾ കളി ലോകരാജ്യങ്ങളെ കടുത്ത ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. താരിഫുകൾ വ്യാപകമായി പ്രയോഗിക്കുന്നതിനിടയിൽ ചൈനയ്ക്കെതിരെ ലോകത്തെ അണിനിരത്താനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളിൽ സഖ്യകക്ഷികൾ പോലും അതൃപ്തരാണ്. G20 ധനകാര്യ മന്ത്രിമാർക്കിടയിൽ ഉയർന്ന ഒരു അഭിപ്രായം ഇതാണ്: ആരെയാണ് സുഹൃത്തായി കണക്കാക്കേണ്ടത് എന്ന് പറയാൻ പ്രയാസമാണ്. അമേരിക്കൻ നയങ്ങൾ കാരണം സഖ്യകക്ഷികൾക്കിടയിൽ പോലും വിശ്വാസ്യത നഷ്ടമായിരിക്കുന്നു. എങ്ങനെ നഷ്ടമാവാതിരിക്കും? അതൊക്കെയാണല്ലോ ട്രംപ് ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നത്. ട്രംപിന്റെ നയങ്ങൾ ആഗോള വ്യാപാരത്തിൽ ഭിന്നിപ്പുണ്ടാക്കി. ഫലമോ? ഈ അനിശ്ചിതത്വത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകത്തെ കേന്ദ്ര ബാങ്കുകൾ സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായി കാണാൻ തുടങ്ങി. അത് സ്വർണ്ണവിലയെ റെക്കോർഡ് നിലയിലേക്ക് ഉയർത്തി. ആഗോള അവിശ്വാസമാണ് ഈ സ്വർണത്തിന്റെ തിളക്കത്തിന് കാരണം. ട്രഷറി സെക്രട്ടറി ബെസന്റ് ഈ സാഹചര്യങ്ങളെ 1990കളിലെ ഹൈടെക് ഉൽപാദനക്ഷമത വർധനവിനോടാണ് താരതമ്യം ചെയ്തത്. എന്നാൽ ഒരു വ്യത്യാസമുണ്ട്. അന്ന് ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ ടെക് വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിരുന്നില്ല. ഇന്ന് ആ വെല്ലുവിളി നിലനിൽക്കുന്നുണ്ട്. എന്നിട്ടും ലോകത്ത് നയിക്കേണ്ട അമേരിക്കൻ പ്രസിഡന്റ് ദീർഘവീക്ഷണമില്ലാതെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ആഗോള വ്യാപാരം നിലവിൽ ഗുരുത്വാകർഷണത്തെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിലും ഭാവിയിലെ സ്ഥിതിഗതികൾ പ്രവചനാതീതമായി തന്നെ തുടരുകയാണ്. ട്രംപിന്റെ കീഴിലുള്ള അമേരിക്ക ഇന്ന് സ്വന്തം രാജ്യത്തിനും ലോകത്തിനും ഒരു ഭീഷണിയാണ്. ഭാഗികമായ അടച്ചിടൽ, സാമ്പത്തിക നയങ്ങളിലെ ഇരട്ടത്താപ്പ്, ചൈനയെ പ്രതിയാക്കി ലോകത്തെ അണിനിരത്താനുള്ള വിഫല ശ്രമം, സ്വന്തം പൗരന്മാരുടെ വർദ്ധിച്ചു വരുന്ന അതൃപ്തി, AI-യുടെ കുമിള പോലെയുള്ള ഭീഷണി, ഈ യാഥാർത്ഥ്യങ്ങൾ അമേരിക്കൻ സ്വപ്നത്തിന്റെ നിറം കെടുത്തിയിരിക്കുകയാണ്. ചൈനയെ ഇകഴ്ത്തി സ്വന്തം സ്ഥാനം മെച്ചപ്പെടുത്താനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ അവർ ആഗ്രഹിക്കുന്ന കാര്യത്തെ മോശമായി ചിത്രീകരിച്ച് സ്വന്തമാക്കാനുള്ള കുടിലതയായിട്ടാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഈ പൂൾ കളിയിൽ നഷ്ടം സംഭവിക്കുന്നത് അമേരിക്കൻ ജനതയ്ക്കും ആഗോള സാമ്പത്തിക ഭാവിക്കും കൂടിയാണ്. IMF വേദിയിലെ പ്രതീക്ഷകൾക്കപ്പുറം ഈ വ്യാപാര സംഘർഷങ്ങൾ ലോകമെമ്പാടുമുള്ള വിതരണ ശൃംഖലകളിലും സാമ്പത്തിക വളർച്ചയിലും ചെലുത്തുന്ന സമ്മർദ്ദം ശ്രദ്ധേയമാണ്. ഈ വെല്ലുവിളികൾ നിലനിൽക്കുന്നതിനാൽ ആഗോള സാമ്പത്തിക ഭാവിയുടെ ദിശയെക്കുറിച്ച് തുടർച്ചയായ നിരീക്ഷണവും സഹകരണവും ആവശ്യമാണ്. പക്ഷേ ആ സഹകരണത്തിന് മുൻകൈ എടുക്കേണ്ട നേതാവ് ചെസ് കളിക്ക് പകരം പൂള് കളിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഈ വീഡിയോ പങ്കുവെച്ച് അമേരിക്കയുടെ ദുരവസ്ഥയെക്കുറിച്ച് അവരെ കൂടി ഒന്ന് അറിയിക്കുക. വീണ്ടും കാണും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.